CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പുരോഗതിയുടെ ഏറ്റവും വലിയ മേന്മ മതനിരപേക്ഷമായ പൊതുമണ്ഡലവും മതസൗഹാർദ്ദവുമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ വിളംബര ഘോഷയാത്രയ്ക്കു ശേഷം നടത്തിയ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ചക്ക പറിക്കാൻ മരത്തിൽ കയറിയ ഗൃഹനാഥൻ മരത്തിൽ നിന്ന് വീണു മരിച്ചു. ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി 61 വയസ്സുള്ള രാമകൃഷ്ണനാണ് മരിച്ചത്. ലോട്ടറി തൊഴിലാളിയെ കബളിപ്പിച്ച് പണം കവർന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന വട്ടേക്കാട്ടിൽ ഗോപിയെ കബളിപ്പിച്ചാണ് പണം തട്ടിയത്. പൂച്ചവട്ടം ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ് യാത്രക്കാരനെ പരിക്കേറ്റു. അടാട്ട് കാഞ്ഞിരപ്പറമ്പിൽ രതീഷിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെ ഗുരുവായൂർ ബ്രഹ്മകുളം റോഡിലായിരുന്നു അപകടം. കനോലി കനാലിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. പരിഹാരം കാണേണ്ട അധികൃതർ മൗനം പാലിക്കുന്നതായി ആക്ഷേപം. 8ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സമൂഹ ചിത്രരചന നടത്തി. RSRV ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നടന്ന ചിത്രരചന പ്രശസ്ത ചിത്രകാരൻ VG അഭിമന്യു ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയുപയോഗിച്ചു നിർമ്മിച്ച പുന്ന പള്ളി റോഡ് നാടിന് സമർപ്പിച്ചു. തലക്കോട്ടുകര സാന്ത്വനം റീഹാബിലിറ്റേഷൻ സെന്ററും കേച്ചേരി ഡോക്ടർ ഹനീഫാസ് ക്ലിനിക്കും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. 3 ജീവനെടുത്ത കൊറ്റമ്പത്തൂർ കാട്ടുതീ ദുരന്തത്തിന് 5 ആണ്ട്. ദേശമംഗലം കൊറ്റമ്പത്തൂരിൽ കാട്ടുതീയിൽപ്പെട്ട് മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പ്രണാമം അർപ്പിച്ചു. ചൂണ്ടൽ തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂരിൽ നടക്കുന്ന സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച എക്സിബിഷനിൽ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിന്റെ പ്രചരണവും സ്ക്രീനിംഗും ലക്ഷ്യമിട്ട് ബോധവൽക്കരണ സ്റ്റാൾ ആരംഭിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ചാത്തംകുളം റോഡിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരിയായ മങ്ങാട് ഉരുപ്പാക്കയിൽ വീട്ടിൽ റീത്തയ്ക്കാണ് പരിക്കേറ്റത്. UAE മേഖല നിനുവേ കൺവെൻഷന് ഫുജേറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെള്ളിയാഴ്ച തുടക്കമായി. ഹാപ്പി കേരളം ഇടം പദ്ധതിക്ക് ചൊവ്വന്നൂർ ബ്ലോക്കിൽ പോർക്കുളം പഞ്ചായത്തിലെ 11ാം വാർഡിൽ തുടക്കമായി. ചമനൂർ GMLP സ്കൂൾ 132ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയ പുതിയ മാത്തൂർ കോഴിയോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റമ്പലവും നാലമ്പലവും ഭഗവതിക്ക് സമർപ്പിച്ചു. പൊന്നീർകുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ജനകീയാസൂത്രണം 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഴങ്ങുവിള കിറ്റ് വിതരണോദ്ഘാടനം നടത്തി. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് കുടുംബസംഗമവും ധനസമർപ്പണവും നടന്നു. വടക്കേക്കാട് പഞ്ചായത്തിലെ 23 അംഗനവാടികളെ ഉൾക്കൊള്ളിച്ച് സംഘടിപ്പിച്ച മിന്നാമിന്നി കലാമേള പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാലയൂർ തനിമ റോഡിന്റെയും കാനയുടെയും ഉദ്ഘാടനം ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. പഴഞ്ഞി MD കോളേജ് NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുൽവാമ ദിനാചരണം നടത്തി. വയലത്തൂർ താമരക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൗഷ്ടിക സമർപ്പണ പൂജ നടത്തി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച UP വിഭാഗം വായനാ മത്സരത്തിൽ അഞ്ഞൂർ നവയുഗ ഗ്രാമീണ വായനശാലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത PM ശ്രീഹരി 1ാം സ്ഥാനം നേടി. വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂൾ മാനേജർ PP ഹൈമന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.